Audio Jungle. Audio Jungle. ഹായ് ഉണ്ണിയാണ്. നമുക്കിന്ന് പട്ടിനെയും കൊണ്ടൊന്ന് പുറത്തു വരെ പോയിട്ട് വരാം. ഇക്രുവിനെ വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ 30 ദിവസമാണ് കൊണ്ടുവന്നത്. ചെറുപ്പത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി ഇപ്പം എൻ്റെ ഒപ്പം. ഇപ്പോഴും അവൻ ആ ചെറുപ്പത്തിലെ കുസൃതിയും ഇല്ലത്തരങ്ങൾ ഇപ്പോഴും ഉണ്ട് അവൻ്റെ കയ്യിൽ. കൂടി ചാടി ചാടി മുകളിൽ പൊളിച്ച്. ഈ ഒറ്റകൾക്ക് പുറത്തോട്ട് പോണതും കാഴ്ച കാണുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡോഗിനൊക്കെ. എപ്പോഴും പുറത്തോട്ട് ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം നല്ല ലീഷ് പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും. പരിചയമില്ലാത്തവരാണെങ്കിൽ അവരെ വലിച്ച് നിലത്ത് വീഴ്ത്തും. നമ്മൾ സിനിമയെ കാണുന്ന കൂട്ട് അത്ര എളുപ്പം നല്ലൊരു പട്ടിനെ വളർത്താമെന്ന് വെച്ചാൽ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മുമ്പിൽ നേരിട്ട് കണ്ടിട്ട് മാത്രം പട്ടിയൊക്കെ മേടിക്കുക, സൂക്ഷിക്കുക. കൂടിൻ്റെ മുകളിലുള്ള ഷീറ്റ്, ഇരുമ്പിൻ്റെ ഷീറ്റ് തകർത്ത് ശരീരത്തുമ്മയൊക്കെ അതിൻ്റെ മുറിഞ്ഞ ഭാഗങ്ങളൊക്കെ കൊണ്ടതാണ് ആ ശരീരത്തുമ്മ പാട് കാണുന്നത്. ഞായറാഴ്ചകളിലാണ് ഇപ്പോൾ അവനെ പുറത്തിറക്കാനായിട്ട് സമയം കിട്ടാറ്. ബാക്കി സമയമൊക്കെ നമ്മൾ ബിസി ആയിക്കോളൂ. ഇപ്പോൾ ഞായറാഴ്ചകൾക്ക് ഇറക്കുമ്പോഴൊക്കെ ഇവനൊക്കെ പുറത്തോട്ടൊക്കെ പോകാനും നടക്കാനൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വല്ലിടത്തും ഒതുങ്ങി കൂടി ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാബ്ര ഡോഗിനെ മേടിച്ചത്. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇവർ നമ്മളെ ചുറ്റിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധി കൂടുതലാണ്. നമ്മുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, ഹാപ്പിയാണ് ഓണർ എന്നതൊക്കെ മനസ്സിലാക്കാൻ ഇറ്റങ്ങൾക്ക് പറ്റും. നമ്മളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. ഞാനൊക്കെ ജോലിക്ക് പോയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡോഗിനെ മേടിക്കാൻ വേണ്ടി മാത്രമാണ് അന്നൊക്കെ പണിയെടുത്തത്. അപ്പോൾ അന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഇൻസെൻറ്റീവ്സ് മേടിച്ച് അങ്ങനെയൊക്കെ മേടിച്ച ഡോഗാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇക്രു. ഞാൻ ഡോഗിനെ മേടിക്കുന്നതിനേക്കാൾ മുമ്പൊക്കെ തന്നെ കൂടൊക്കെ മേടിച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ടൊക്കെ തന്നെ കൂടൊക്കെ മേടിച്ച് കുറച്ച് നാൾ കാത്തിരുന്നിട്ടൊക്കെയാണ് പിന്നെ ഡോഗിനെ വീട്ടിലിട്ട് കൊണ്ടുവരുന്നത്, ഇക്രുവിനെ കൊണ്ടുവരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ എണീറ്റിട്ട് 8:30 ഇങ്ങനെ വെയിലൊക്കെ കൊള്ളാം. അത് വെയിൽ നമ്മുടെ മുഖത്തോട്ട് അടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു പോസിറ്റീവ് എനർജിയും ഒരു വൈബൊക്കെ നമുക്ക് കിട്ടും അന്നത്തെ ദിവസം മൊത്തം. കണ്ട നേച്ചർ കണ്ട, അത്രയ്ക്ക് നേച്ചറാണ് ഇവിടെ. ആൾക്കാരതൊക്കെ പറയും. നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്താണ് നമ്മൾ ചെയ്യുക, ആരും ദ്രോഹിക്കാതെ ഇരിക്കുക, എല്ലാവരോടും സ്നേഹം മാത്രം. ഞാനൊരിടയ്ക്ക് വീഡിയോ എടുക്കൽ നിർത്തിയപ്പോഴും ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് വരും, ചേട്ടാ ഇന്ന വീഡിയോ ചെയ്യും, എന്താണ് വീഡിയോ ചെയ്യാത്തത്, ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് കാണാറുണ്ട്, ഇഷ്ടമാണ്. പിന്നെ എൻ്റെ വീഡിയോയിലുള്ള തെറ്റുകളൊക്കെ പറഞ്ഞു തരുന്നവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയൊക്കെയാണ്. ഇവരൊക്കെ ഇങ്ങനെ തെറ്റുകൾ പറഞ്ഞു തരുമ്പോഴും ഞാനത് ഓരോന്ന് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരും. ഓരോ വീഡിയോയിലും നമ്മൾ നന്നായി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഞങ്ങളുടെ അവിടെയുള്ള NH ആണിത്, മൂത്തതിന് മുമ്പായിട്ട്. ഇപ്പോൾ അവിടെ മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നിരത്തി അങ്ങോട്ട്. നല്ല പൊക്കത്തിലായിരുന്നു നേരത്തെ മണ്ണും കാര്യങ്ങളും, ഇപ്പോൾ താഴ്ത്തി വെച്ചാക്കിയാണ്. പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ കൂടി, വീടുകളിലൊക്കെ പൊടിയൊക്കെ അടിച്ച് കയറലൊക്കെ ഇവിടെ കൂടുതലാണ്. നല്ല വലിച്ചുകൊണ്ട് പോകണേ എന്നെ കൊണ്ട് പിടിച്ചിരുന്നില്ലെങ്കിൽ സൂക്ഷിക്കണം, നമ്മൾ തെന്നിയൊക്കെ വീഴാനൊക്കെ സാധ്യത കൂടുതലാണ്. നോക്കിയും കണ്ടൊക്കെ ഡോഗിനെ നമ്മൾ വീശി വലിച്ച് കൊണ്ടുപോകാം. ഇത് സൈഡിൽ കാണുന്ന ചെടിക്കട. ഇവിടെ ചെടികൾ കുറേ ഉണ്ട്, വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ചെടിയൊക്കെ മേടിക്കാൻ പറ്റും. NH ചെടിക്കട ഉള്ളത്. കാരണം NH നീണ്ട് നിവർത്തിങ്ങനെ കെട്ടിക്കുകയാണ് അങ്ങോട്ട്. മണ്ണൊക്കെ കൂട്ടിയിട്ട് സൈഡിലൊക്കെ മണ്ണുണ്ട. ഇക്രുവിനെ കൊണ്ട് ഇറങ്ങാനായിട്ട് വൈകിപ്പോയി. വെയിലൊക്കെ നന്നായിട്ട് മേത്തോട്ടൊക്കെ അടിക്കുന്നുണ്ട്. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വണ്ടികളുടെ ആണെങ്കിലും തിരക്കുണ്ട്. ഇങ്ങനെ നമുക്ക് നടക്കാമെന്ന് വെച്ചാൽ നല്ല രസമുള്ള പരിപാടിയാണ്. രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ വെറുതെയൊക്കെ പുറത്തോട്ട് അങ്ങോട്ട് നടക്കുക. നടന്നെങ്കിൽ തന്നെ ഒരു മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവും. അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. റിലാക്സ് ആകാൻ കൂടുതൽ നമ്മൾ. ഇവിടെ സൈഡിലൊക്കെ കൽപ്പൊടി അടിച്ചാക്കിയാണ്, ആകെ ഇതായിട്ടിരിക്കുകയാണ്. കൽപ്പൊടി അടിച്ച് കണ്ട ഇവിടെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് നടക്കുകയൊക്കെ ചെയ്യും.
എടാ പുറകെ പോ ആ. ഇവിടെ NH ദേശീയപാതയൊക്കെ നിർമ്മാണമാണ്. ഇവിടെയൊക്കെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ തുമ്മലും കാര്യങ്ങളൊക്കെ വരും. നല്ല പൊടിയാണ്. വണ്ടിക്ക് പോകുമ്പോഴേക്ക് മനസ്സിലാവും. വെയിലുണ്ട്. നല്ല വെയിലാണ്. സാധാരണ 8:30-ക്കാണ് ഇറങ്ങണത്. ഇപ്പം 9 മണി നടക്കാനായിട്ട്. അല്ല, ഞായറാഴ്ച ഒക്കെ നടക്കണ രസമാണ്. ഈ പുല്ല് പോലത്തെ ചെടിയൊക്കെ കാണുമ്പോൾ നൊസ്റ്റാൾജിക്ക് അടിക്കും. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതൊക്കെ പറിച്ചിട്ടൊക്കെ ഞങ്ങൾക്ക് കളിച്ചു വരുന്നു. ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഇതൊക്കെ ഓർമ്മ വന്നത്. ഇപ്പം കണ്ട നല്ല രസമല്ലേ കാണാനായിട്ട്. കാറ്റൊക്കെ ഒരു മേടുന്ന ഇങ്ങനെ ഇളകും. കാണാനൊരു പ്രത്യേക രസമാണ്. ഇക്രോ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി പോകുന്നുണ്ട്. എന്ത് പിടിക്കാനാന്ന് പറഞ്ഞൂടാ. വെയിലിങ്ങനെ കൂടി വരെയാണ്. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാം. അതാണ് നല്ലത്. ആ മിഠായി കവറൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കണം. മഞ്ചിൻ്റെ കവറ് ഇന്നിവനെ കൊണ്ട് ആശുപത്രിയിൽ പോകണം. അവൻ്റെ സൈഡിൽ ചാടി പാട്ടയും കൊണ്ട് മുറി വന്നിട്ടുണ്ട്. അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ലെങ്കിൽ മരുന്ന് മേടിക്കണം. പോയിട്ടു സൈഡിൽ പൊട്ടി നടന്നിട്ട് ഡോഗ് നന്നായിട്ട് അണയ്ക്കുന്നുണ്ട്. അപ്പം ഇനി വീട്ടിലോട്ട് പോവാം. എൻ്റെ മെറ്റലൊക്കെ അവിടെ വീണെടുക്കണണ്ട. പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഇതിൽ കൂടി പിന്നെ വണ്ടിയൊന്നും പോരുമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ കൂടി നടന്നൊക്കെ പോകാൻ പറ്റും. അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലൊക്കെ അവിടെ വീടൊക്കെ ഉണ്ട്. അപ്പുറത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഇവിടെ കണ്ട നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതൊക്കെ കാണാനൊക്കെ പ്രത്യേക ഭംഗിയാണ്. ചുറ്റും സൈഡിലൊക്കെ ഇട്ട് ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ട്. നൊസ്റ്റാൾജിക്കൻ്റെ ചെടികളാണ്. നേച്ചർ നമുക്ക് അതൊക്കെ ആഘോഷിക്കാം. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നടക്കുക, ചെടികളൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ നമുക്കൊരു സന്തോഷം. ഇങ്ങനെ പച്ചപ്പൊക്കെ നമുക്ക് കാണാം. രാവിലെയൊക്കെ വെയിലൊക്കെ ഉള്ള അതൊക്കെ ഒരു സന്തോഷമുള്ളതായിരുന്നു. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ലോട്ടറി അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ തിരിച്ച് വീട്ടിൽ പോകാൻ അവിടെ ഇരുത്തണില്ല. ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചെടികളൊന്നും നശിപ്പിക്കില്ല കേട്ടോ. വീട്ടിലെ ചെടിയൊക്കെ നശിപ്പിക്കും. വീട്ടിലെ ചെടിയൊക്കെ ഒന്നും ഉണ്ടാവില്ല. പിഴുത് കളയും അങ്ങോട്ട്. അരണനെ കണ്ടിട്ട് നോക്കുകയാണ്. അരണനെ നോക്കിയാണ്. അരണെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കും. തവളയെ കണ്ടു കഴിഞ്ഞാൽ അപ്പം പിടിക്കും. നോക്കി നിൽക്കുകയാണ്. അവിടെ നിന്ന് പോരണില്ല. മുകളിൽ കൂടി ജെറ്റ് എന്തോ പോയിട്ടുണ്ട്. പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ കണ്ടിക്കണ ഒരു കൗതുകമായിരുന്നു. ഇവിടുത്തെ സൈഡിലത്തെ വീട്ടിലൊക്കെ പട്ടിയൊക്കെ ഉണ്ട്. അപ്പുറത്തെ വീട്ടിലും പട്ടിയൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലെ പട്ടിനെ കാണാൻ വേണ്ടി ഓർഡർ ചെയ്യണ പട്ടി ഡാഷാണ് അവിടെ പട്ടി. ഇവർ തമ്മിലിങ്ങനെ കുരക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇക്രോനെ മാറ്റിയിട്ടുണ്ട് അവിടെ നിന്ന്. ഇപ്പുറത്തെ വീട്ടിൽ പട്ടി ഉണ്ടായിരുന്നു. ഇപ്പം അവർ വീട് വിട്ടു പോയതുകൊണ്ട് പട്ടിയൊക്കെ എങ്ങോട്ടോ പോയി. സൈഡിൽ നിന്ന് ഗുഡ് ബൈ. തിരിച്ച് വീട്ടിലോട്ടോ. ഇനി വീടത്താറ തിരിച്ച് വീട്ടിൽ പോവാ. വീടത്താറായി. ഇനി വണ്ടിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ് അവിടെ. കുറച്ചു നേരം കാത്തിരിക്കേണ്ട വന്ന്. വണ്ടിയൊക്കെ പോയി വരുമ്പോഴേക്കും പിന്നെ വീടേണ്ട കുഴപ്പമില്ല. പിന്നെ അങ്ങോട്ട് ഓടി അതിൻ്റെ ഉള്ളിലോട്ട് കയറിക്കോളും. നടന്ന അവസരം വീടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസമാണ്. നേരെ കൊണ്ടുപോയിട്ടൊരു വെള്ളം കൊടുക്കുക ഡോഗിന് വേണ്ടിയിട്ട്. നല്ല അണച്ചിരിക്കുകയാണ്. കെട്ടിയിട്ടുണ്ട്. വെള്ളം എടുത്തുകൊണ്ട് വരാം.
പിന്നെ ഡോഗിന് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കൊടുക്കുക. എപ്പോഴും ഡോഗിന് നന്നായിട്ട് വെള്ളം കൊടുക്കുക. 3 നേരം വെള്ളം കൊടുക്കുക. വെള്ളം കിട്ടിക്കഴിയുമ്പോൾ ഡോഗിന് ഒരു ആശ്വാസവും കാര്യങ്ങളൊക്കെ തണുപ്പൊക്കെ കിട്ടും. നടന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഹാപ്പിയായി. നടക്കാനെ കൊണ്ടുപോകണം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് പോകാൻ പറ്റണത് നടക്കാനായിട്ട്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ആഴ്ച ഒരിക്കലാണ് പോകണത്. അവിടെ സന്തോഷമായി. അപ്പം നന്ദി പ്രകടനം കാണിക്കുകയാണ് ഡോഗ് നമ്മളോട്. പുള്ളിക്കിതൊക്കെ ഭയങ്കര കാര്യങ്ങൾ ഇഷ്ടവും. പിന്നെ ചീപ്പോണ്ട് ഈരി കൊടുക്കുക. ഈരാനൊക്കെ ഇങ്ങനെ നന്നു കൊടുക്കുക. ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പുള്ളിക്കാരന്. ഈരിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. അനങ്ങാണ്ട് നിന്നോളൂ, കുഴപ്പമൊന്നുമില്ല. ഡോഗിനെ കൂട്ടിലാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നോളും, കുഴപ്പമില്ലാണ്ട്. എന്നപ്പോൾ ഡോഗ് ഹാപ്പി. നാകൊക്കെ പുറത്തിട്ട് കാണണ്ട, ചിരിക്കാൻ പുള്ളിക്കാരൻ ഹാപ്പി ആയതുകൊണ്ടാണ്. ഇപ്പം ലീഷ് കൊണ്ടുവന്ന് വീടിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിടാം. നമ്മളെ നോക്കിയൊക്കെയാണ് എന്തിട്ടാണ് അടുത്ത് ചെയ്യാൻ പോണേന്ന്. അപ്പം ശരി, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.